ഇന്ത്യ ഒരുങ്ങുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യത്തിനാണ്. അതെ, 2026 സെൻസസ്. ഇതൊരു വെറും കണക്കെടുപ്പല്ല കേട്ടോ. നമ്മുടെ രാജ്യത്തിന്റെ അടുത്ത 10 വർഷത്തെ ഭാവി തീരുമാനിക്കുന്ന, നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോ ഇതിന്റെ വലുപ്പം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോ ഈ ദൗത്യം എത്രത്തോളം വലുതാണെന്നല്ലേ? നമുക്ക് ഒരു സംഖ്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. കേട്ടാൽ ചിലപ്പോ ഞെട്ടിപ്പോകും. 30 ലക്ഷം. ഒന്നാലോചിച്ചു നോക്കിയേ. ഇതൊരു ചെറിയ സംഖ്യയല്ല. ഒരു ചെറിയ രാജ്യത്തെ ജനസംഖ്യയുടെ അത്രയും ആളുകളാണ് ഈ ഒരൊറ്റ കാര്യത്തിനു വേണ്ടി ഇന്ത്യയിലുടനീളം ഇറങ്ങുന്നത്. രാജ്യത്തിന്റെ ഓരോ കോണിലും കൃത്യമായ വിവരങ്ങളെത്താൻ എത്ര വലിയ മനുഷ്യപ്രയത്നം വേണമെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. ഈ 30 ലക്ഷം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടില്ല, അല്ലേ? ശരി, എന്നാൽ നമുക്കിത് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് കൊണ്ടുവരാം. ഈ വലിയ ദൗത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പങ്കെന്താണെന്ന് നോക്കാം. 70,000 പേർ. അതെ, കേരളത്തിൽ നിന്ന് മാത്രം 70,000 ഉദ്യോഗസ്ഥരാണ് ഈ വലിയ ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്തെ ഓരോ വീട്ടിലും വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് വലിയൊരു ടീം തന്നെ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ആരാണ് ഈ 70,000 പേര്? ഇതിനായിട്ട് സർക്കാർ പുതിയ ആൾക്കാരെ എടുക്കുകയാണോ? ഉത്തരം നമ്മളെ ചിലപ്പോ ഒന്ന് അതിശയിപ്പിക്കും. അല്ല, ഇതിനുവേണ്ടി പുതിയ നിയമനങ്ങളൊന്നുമില്ല. സത്യത്തിൽ ഇവരൊക്കെ നമുക്ക് നന്നായി അറിയാവുന്ന ആൾക്കാരാണ്. നമ്മുടെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ, സർക്കാർ ഓഫീസുകളിലെ ക്ലർക്കുമാർ, അങ്ങനെയുള്ളവർ. നമ്മളിൽ ഒരാൾ തന്നെ വിവരങ്ങൾ ചോദിക്കാനെത്തുമ്പോൾ ആ ഒരു പ്രോസസ്സിന്റെ വിശ്വാസ്യതയും കൂടുവല്ലോ. ശരി, ഇത്രയും വലിയൊരു ടീമിനെ എങ്ങനെയാണ് കൃത്യമായി മാനേജ് ചെയ്യുന്നത്? അതിന്റെ ഒരു ഘടനയുണ്ട്. വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര എഫക്റ്റീവുമാണ്. ഇതിന്റെ ഒരു ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ചെറിയ ടീമുകളാണ്. അതായത് 6 പേര് വിവരങ്ങൾ ശേഖരിക്കാൻ പോകും. ഇവരെ എന്യൂമറേറ്റർമാർ എന്ന് പറയും. ഇവർക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരാൾ, ഒരു സൂപ്പർവൈസർ. ഈയൊരു ചെറിയ ഘടന കാരണം ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനും കാര്യങ്ങൾ എളുപ്പത്തിൽ ഏകോപിപ്പിക്കാനും പറ്റും. ഇനി ഓരോരുത്തരുടെയും ജോലിഭാരം എത്ര വലുതാണെന്ന് നോക്കിക്കേ. ഒരു എന്യൂമറേറ്റർ ഏകദേശം 700 മുതൽ 800 വരെ ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കണം. അതായത് 100-ലധികം വീടുകൾ. അപ്പോൾ ഓരോ വ്യക്തിയുടെയും അധ്വാനം എത്രത്തോളം വലുതാണെന്ന് ഓർക്കണം. ഈ സെൻസസിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ഇവർ തന്നെയാണ്. ഓക്കെ, അപ്പോ ഇത്രയും വലിയൊരു മനുഷ്യപ്രയത്നം ഇതിനു പിന്നിലുണ്ട്. പക്ഷേ ഈ തവണത്തെ സെൻസസിനെ മുൻപുള്ളവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നൊരു പ്രധാന കാര്യമുണ്ട്. അതൊരു ടെക്നോളജിയിലുള്ള വലിയൊരു മാറ്റമാണ്. പണ്ടത്തെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. ഒരുപാട് പേപ്പറും ഫയലുമൊക്കെ ആയിട്ട് വീടുകൾ കയറിയിറങ്ങുന്ന ഉദ്യോഗസ്ഥരെ. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനി പേനയും പേപ്പറും ഒന്നുമില്ല. പകരം എല്ലാ വിവരങ്ങളും ശേഖരിക്കുന്നത് ഒരു മൊബൈൽ ആപ്പിലാണ്. ഇതുകൊണ്ട് സമയം ഒരുപാട് ലാഭിക്കാം. തെറ്റുകൾ വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കൂടുതൽ കൃത്യതയും കിട്ടും. അതായത് ഡാറ്റ കളക്ട് ചെയ്യുന്നത് മുതൽ അത് വിശകലനം ചെയ്യുന്നത് വരെ എല്ലാം ഡിജിറ്റലാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്താണെന്ന് വെച്ചാൽ രാജ്യത്തിന്റെ മുഴുവനായ ചിത്രം നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. ഇത് ഗവൺമെന്റിന് പുതിയ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യാൻ വലിയൊരു സഹായമാകും. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, 30 ലക്ഷം ആളുകളുടെ അധ്വാനം, അതിന്റെ കൂടെ ഏറ്റവും പുതിയ ടെക്നോളജിയും. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്തായിരിക്കും ഫലം? ലക്ഷക്കണക്കിന് ആളുകളുടെ കഠിനാധ്വാനവും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇന്ത്യയുടെ പുതിയൊരു ചിത്രം വരയ്ക്കാൻ പോവാണ്. അപ്പോൾ 2026 ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ അത് നമ്മളോട് പറയാൻ പോകുന്ന കഥ എന്തായിരിക്കും? മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള ആ കണക്കുകൾ നമ്മുടെ ഭാവിയെ എങ്ങനെയാവും സ്വാധീനിക്കാൻ പോകുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം.